شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. 4-ാമത്തെ ആയത്തിലാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറത്തിലിൽ ഖുർആന തർതീലാ സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. പരിശുദ്ധ ഖുർആൻ സാവധാനം അർത്ഥമാലോചിച്ച് തർത്തീലായി നിങ്ങൾ ഓതണം. ഇത് നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മളത് പറഞ്ഞു, ഇനിയും അതുതന്നെയാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അത്രത്തോളം നമ്മുടെ ജീവിതവുമായി കണക്റ്റഡ് ആവേണ്ട കാര്യമാണ് എന്നതുകൊണ്ട് വിശദമായി പഠിക്കുകയാണ്. അള്ളാഹു സഹായിക്കട്ടെ, ആമീൻ. പരിശുദ്ധ ഖുർആൻ അർത്ഥമാലോചിച്ച് പാഠം ഉൾക്കൊണ്ട് ഓതണം എന്നതാണ് നാം അവസാനമായി പറഞ്ഞു വെച്ചത്. പിശാചിൻ്റെ ആ കഥയും നമ്മൾ പറഞ്ഞു വെച്ചു അല്ലേ. കണ്ണ് നിറയും ആലോചിച്ചാൽ എന്നാണ്, അടക്കാനാകാതെ കരയും. ശരിക്കത് അർത്ഥമറിയുന്ന ആളുകൾ പൊട്ടി കരയുമെന്നാണ്. ചില ഇമാമാർക്ക് ഓതുന്നത് കണ്ടിട്ടില്ലേ, ചില ആയത്തുകളുടെ ഓതുമ്പോൾ പിന്നെ അവർക്ക് അപ്പുറം ഓതാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അത് മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ് എന്നാണ് സൂറത്തുൽ മാഇദയിൽ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. അള്ളാഹുവിൻ്റെ പ്രവാചകരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അവർ കേട്ടാൽ തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുന്നത് കേൾക്കാം. എന്താ കാരണം? കാണാം, കണ്ണുനീര് ഒഴുകുന്നത് കാണാം. കാരണം മിമ്മാ അറഫു മിനൽ ഹഖ്, അവർ അറിഞ്ഞ ആ സത്യം അതാലോചിച്ചത് കാരണം. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്. മഹാന്മാരായ സ്വഹാബികൾ അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു 10 ആയത്ത് പഠിച്ചാൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെപ്പോലെയുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ഇവരെപ്പോലെയുള്ള മഹാന്മാരായ വലിയ സ്വഹാബത്ത് 10 ആയത്തുകൾ പഠിച്ചാൽ പിന്നെ അപ്പുറം ഒരാൾ പഠിക്കൂല. ഏതുവരെ? ഈ 10 ആയത്തുകളിലുള്ള സർവ്വ സംഗതികളും പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് വരെ അപ്പുറത്തുള്ള ആയത്തുകൾ പഠിക്കാൻ പോകില്ല. അങ്ങനെയാണ്. അപ്പോൾ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ഒപ്പം കൊണ്ടു നടന്നിരുന്ന ആളുകളായിരുന്നു സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ ഒരു സൂറത്ത് കാണാപ്പാടമാക്കാൻ ഒരുപാട് സമയം എടുത്തിരുന്നു സഹാബികൾ എന്നാണ്. ഇന്നിപ്പോൾ അങ്ങനല്ല. ഇന്ന് ഹിഫ്ള് ആണ്ട് എങ്ങനെയെങ്കിലും ഹിഫ്ളാക്കാന്നുള്ളതാണ്. ഖുർആൻ അറിയാതിരിക്കട്ടെ, ഒന്നും വിഷയമല്ല, എങ്ങനെയെങ്കിലും ഹിഫ്ളാക്കിപ്പിക്കുക. അന്ന് അങ്ങനെയല്ല. വെറുതെ ഹിഫ്ളാക്കിയതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അമൽ ചെയ്യുക എന്നതാണ് പ്രധാനം. ഹിഫ്ളാക്കിയിട്ട് അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് പിന്നെ മനസ്സിൽ നിന്ന് പോകാന്ന് പറഞ്ഞാലും അത് വലിയ തെറ്റുമാണ്. അപ്പോൾ നല്ലോണം ആലോചിച്ച് മെനക്കെട്ട് നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി ഹിഫ്ളിന് പോകണ്ടേ എന്നുള്ളത്, ഹിഫ്ള് ചെയ്യണ്ടേ എന്നുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സൂറത്തുൽ ബഖറയും ആല ഇമ്രാനൊക്കെ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഓതുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാണും, ഞങ്ങളതൊരു വലിയ കാര്യമായിട്ട് കാണുമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ സൂറത്തുൽ ബഖറ കാണാപ്പാഠം പഠിക്കാൻ വർഷങ്ങളോളം എടുത്തു എന്നാണ്. 8 വർഷം വരെ എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ അൽ ബഖറ ആൽ ഇമ്രാനൊക്കെ ഒരാൾ ഓതാന്ന് പറഞ്ഞാൽ ഞങ്ങളത് വലിയൊരു കാര്യമായിട്ട് കണ്ടിരുന്നു എന്ന്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതുക എന്നത് ചിന്തിച്ചിട്ടും അർത്ഥം പറഞ്ഞിട്ടും ആവാൻ പരമാവധി ശ്രമിക്കുക. നമ്മൾ ഈ പഠിക്കുന്ന ആയത്തങ്ങൾ നമുക്ക് രണ്ടാമത് ഓതുമ്പോൾ എന്താവും അതിൻ്റെ ഓർമ്മ, അതിൻ്റെ അർത്ഥം കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു കാര്യം വായിക്കുകയാണെങ്കിൽ, ഒരു പുസ്തകം വായിക്കുകയാണ്, ഇപ്പോൾ ഒരു പത്രം വായിക്കുകയാണ്, നമ്മളത് മനസ്സിലാകാതെ വായിക്കുമോ? നിങ്ങൾ പറയും വായിക്കൂലല്ലോ. മനസ്സിലാവണം, എനിക്കത് മനസ്സിലാകുന്നുണ്ട്, നമ്മൾ ഒഴിവാക്കൂലേ? നമ്മളൊരു കാര്യം വായിക്കാനും വായിക്കണത് എന്തിനാ? മനസ്സിലാകാനാണ് അല്ലെങ്കിൽ പഠിക്കാനാണ്. മനസ്സിലാകാത്ത വായിക്കാനോ പഠിക്കാൻ ആരെങ്കിലും കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഖുർആൻ ഇറക്കിത്തന്നതെന്ന് അല്ലാഹു തആല പറഞ്ഞത്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. സൂറത്തു യൂസുഫിലെ 2-ാമത്തെ അധ്യായം 2-ാമത്തെ ആയത്ത്. ഖുർആൻ നമ്മൾ ഇറക്കിയത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. അപ്പോൾ മനസ്സിലാക്കി
മനസ്സിലാക്കിയെടുക്കേണ്ട ബാധ്യത നമുക്കാണ്. ചെറിയ കുട്ടികളെ വരെ പുസ്തകം വായിക്കാൻ കുട്ടികളെ മനസ്സിലാകണില്ലെങ്കിൽ ഒരു മനസ്സിലാകുന്നത് കൊണ്ടാണ് പുസ്തകം വായിക്കണം അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിന്നെ ഖുർആൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹു ഇറക്കി തന്ന നമുക്ക് ഓരോരുത്തർക്കും തന്ന ഗ്രന്ഥം നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമം നമ്മൾ നടത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭയങ്കരമാണ്. ഒരു ആയത്ത് ചിന്തിച്ച് മനസ്സിലാക്കി ഓതുക എന്നത് ഖൈറും മിൻ ഖിറാഅത്തി ഖത്മത്തിൻ ബിഗൈരി തദബ്ബുരിൻ വതഫഹുമിൻ. ഒരു ആയത്ത് ചിന്തിച്ച് മനസ്സിലാക്കി ഓതുക എന്നുള്ളത് ചിന്തിക്കാതെ ഒരു ഖത്മ് തീർക്കുന്നതിലേറെ ഖൈറാണ്. ഒരു ഖത്മ് തീർക്കുന്നതിലെ ഖൈറാണ് ഒരു ആയത്ത് ചിന്തിച്ച് പഠിക്കുക എന്നുള്ളത്. വഅൻഫഉൽ ഖൽബി, ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതും അതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ ഖത്മുകൾ തീരുക എന്നുള്ളത് ഒക്കെ തീർക്കണം, അത് നല്ല കാര്യം തന്നെ. പക്ഷെ അതിലേറെ നല്ലതാണ് ഓരോ ആയത്തുകളും പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോകുക എന്നുള്ളത്. ഇങ്ങനെയായിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടായിരുന്നത്. ഒരു ആയത്ത് തന്നെ നേരം വെളുക്കോളം ആവർത്തിച്ചോതും, ചിന്തിച്ചിട്ടേ. അതാണ് അവിടുന്ന് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സൂറത്തുൽ മാഇദയിലെ 118-ാമത്തെ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു സ്വഹാബത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹു നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ എൻ്റെ അടിമകൾ തന്നെയാണ്. പക്ഷെ പുറത്തു കൊടുക്കുകയാണെങ്കിലോ നീ അജയ്യനാണ്, നീ മാന്യനാണ് റബ്ബേ, നീ സർവ്വതന്ത്രജ്ഞനാണ്. ഇതിങ്ങനെ സുബഹി വരെ തറദ്ദുദാക്കി ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരുന്നു എന്ന് സുബ്ഹാനത്ത് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അസ്മാ റളിയല്ലാഹു അൻഹ രാത്രി ഒരു ആയത്ത് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഒരു ആയത്തെത്തിയപ്പോൾ അവിടെ നിന്നു. സൂറത്തു തൂറിൽ 27-ാമത്തെ ആയത്ത്. ഉബാദത്ത് ബിൻ ഹംസ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം പറയാണ്, ഞാനൊരിക്കൽ അസ്മാ എന്നവരുടെ വീട്ടിൽ ചെന്നപ്പോൾ മഹദി ഈ ആയത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമ്മുടെ മേൽ അനുഗ്രഹം ചെയ്യുകയും നരകശിക്ഷ നമ്മളെ തൊട്ട് കാക്കുകയും ചെയ്തല്ലോ എന്ന് സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ പറയുന്ന ആ കോട്ട്, ആ ആയത്ത് മഹദി ഇങ്ങനെ ഓതുകയാണ്. ഞാൻ കുറച്ചേരം അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ എന്താണ് പറയുക, ഉബാദ എന്നവർ പറയാണ്, ഞാൻ കുറച്ചവിടെ നിന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്ന സമയം അത്രയും മൂപ്പത്തിര ആ ആയത്തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. കുറച്ചേരം അവിടെ നിന്ന് നോക്കി, അപ്പോഴും മൂപ്പത്തിര ആ ആയത്തുമ്പോൾ തന്നെ പോണില്ല, അതങ്ങനെ ഓതുകയാണ്. ഞാനെന്തായി, ഞാനപ്പോൾ അങ്ങാടിക്ക് പോയി, മാർക്കറ്റിൽ പോയിട്ട് ഞാൻ 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു മാർക്കറ്റിൽ. ആ മാർക്കറ്റിൽ പോയി ആവശ്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു വന്നപ്പോൾ വീണ്ടും അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുത്തെത്തിയപ്പോൾ മൂപ്പത്തിരി വീണ്ടും ആ ആയത്തന്നെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. നമ്മളാരെങ്കിലും അങ്ങനെ ആയത്ത് ആവർത്തിച്ച് ഓതാൻ കിട്ടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് നമ്മൾ പോലും തമ്മിലുള്ള ഡിഫറൻസ്. എങ്ങനെയും തീർത്തിട്ട് കൊല്ലുവള്ള ഓതിയിട്ട് സുന്നത്തുകാരും പറലക്കാരും തീർക്കാൻ ശ്രമിക്കണം. നമ്മളെവിടെ കിടക്കണു, ഓരവിടെ കിടക്കണു അല്ലേ? യാ അല്ലാഹ്. പൊന്നു ചങ്ങായിമാരെ, പരമാവധി ആലോചിച്ചിട്ട് ഓതുക. ഒരായത്താണെങ്കിലും ശരി. സുബ്ഹാനല്ലാഹ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലെ ഒരു ആയത്ത് 20-ൽ ചില്ലാനം തവണ ആവർത്തിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് 20-ൽ ചില്ലാനം അല്ല, എത്ര ആവർത്തിച്ചാലും മതിയാവാത്ത ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ട ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണേ. അവിടെ ചെന്നിട്ട് ഓരോരുത്തർക്കും അവരവൻ സമ്പാദിച്ചതനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസം. ഈ ആയത്ത് 20-ൽ ചില്ലാനം തവണ നിസ്കാരത്തിൽ ആവർത്തിച്ചെന്ന് കാണാം. നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട് നമുക്ക് ആവശ്യമുള്ള ആയത്തുകൾ. അത് ദിക്റായിട്ടോ മന്ത്രമായിട്ടൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ ആലോചിക്കാൻ വിചാരിച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ വളരെ അപൂർവമല്ലേ അല്ലേ? ഇപ്പോൾ സലാമുൻ ഖൗലുൻ മിർ റബ്ബിർ റഹീം എന്നത് 44 പ്രാവശ്യം, 444 പ്രാവശ്യം, ഇത്ര പ്രാവശ്യം ചില ഉസ്താദന്മാർ പറഞ്ഞു, അത് നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ എന്താണ് പറയുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? സലാമുൻ ഖൗലുൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലെ ആളുകൾക്ക് റബ്ബ് നേരിട്ട് വാക്കാൽ അസ്സലാമു അലൈക്കും എന്ന് പറയുമെന്നാണ് പറയുന്നത്. പടച്ചോനെ ആ കൂട്ടത്തിൽ എണ്ണിപ്പെടുത്താൻ അത് ഓരോ പ്രാവശ്യവും പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം. അങ്ങനെ സലാം കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണേ. നമ്മളത് മന്ത്രമായി ദിക്റായി അത് നമ്മളങ്ങനെ ആവർത്തിക്കാറുണ്ട്. നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കും. അർത്ഥമറിഞ്ഞത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യാറുണ്ടോ? അർത്ഥമറിഞ്ഞതു കാരണം നമ്മൾ ആയത്തുകൾ റിപ്പീറ്റ് ചെയ്യാറുണ്ടോ? ചില ആയത്തുകൾ ഓതുമ്പോൾ നമ്മൾ സ്റ്റക്കാകാറുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനാകണം. ചിന്തിച്ചാലാകും, മനസ്സ് തട്ടിയാകും.
ചില ആയത്തുകൾ ഓതുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും. ചില ഇമാമാരെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ നമുക്ക് കണ്ണിൽ വെള്ളം വരും. അതാണ് അതിൻ്റെ തദബ്ബുർ എന്ന് പറഞ്ഞാൽ അതാണ്. സുബ്ഹാനല്ലാഹ്. വറത്തിലിൽ ഖുർആൻ തർത്തീല. പരിശുദ്ധ ഖുർആൻ ഓതേണ്ട ഒരു രീതി പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ഓതേണ്ട രീതി. അപ്പം അതിന് ആ ആയത്ത് തന്നെ മനസ്സിലാക്കാൻ ഒരുപാട് മര്യാദകൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന്. കുറേ മര്യാദകളുണ്ട്. തർത്തീൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദയാണ്. മാനസികമായ കുറേ മര്യാദകളുണ്ട്, ശാരീരികമായ മര്യാദകളുണ്ട്. എന്ന് പറഞ്ഞാൽ മാനസികമായും ശാരീരികമായും പരിശുദ്ധ ഖുർആൻ ഓതാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നർത്ഥം. മാനസികമായത് എന്ന് പറഞ്ഞാൽ നല്ല ആവേശത്തോടെ ഉന്മേഷത്തോടെ ഓതാനിരിക്കുക. മടി മുന്നിലുണ്ടായിരിക്കുക, പിന്നെ ഖുർആൻ ഓതാനിരിക്കരുത്. അപ്പോൾ അതൊരു ശരിയില്ലാത്ത പരിപാടിയാണ്. നമ്മുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഓരോ സെക്കൻഡുകളും അത് വേണ്ടാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് നഷ്ടപ്പെടുത്താതെ പരിശുദ്ധ ഖുർആൻ ഓത്തുപോലെയുള്ള നന്മകളിൽ നമുക്ക് തളച്ചിടാൻ കഴിയണം. മടിയില്ലാതെ ഉന്മേഷത്തോടു കൂടെ മനസ്സാന്നിധ്യത്തോടെ ഓതാനും കഴിയണം. ബാഹ്യമായ ചില അദബുകൾ, മര്യാദകൾ, ശരീരം കൊണ്ട് ചെയ്യേണ്ട ചില മര്യാദകൾ, അത് നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിലൊന്നിങ്ങനെ ഓടിച്ചു പോയി നോക്കാം. പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആള് പല്ല് തേച്ച് വുളൂ ചെയ്ത് ഖിബ്ലക്ക് അഭിമുഖമായി വിനയം പ്രകടിപ്പിച്ചിരിക്കണം എന്നതാണ്. അതാണ് ഒന്നാമത്തെ മര്യാദ. ഇപ്പോൾ വുളൂ ഇല്ലാതെ ഓതിയാലും പിന്നെ കുഴപ്പമൊന്നുമില്ല, മുസാഫ് തൊടായിരുന്നാൽ മതി, കൂലി കിട്ടും. പക്ഷേ വുളൂ സഹിതം ഓതലാണ് ഏറ്റവും നല്ലത്. പല്ലൊക്കെ തേച്ച് വുളൂ ചെയ്ത് ഖിബ്ലക്ക് അഭിമുഖമായി ഇരുന്ന് അത്രയൊക്കെ പൂശി നല്ല ഡ്രസ്സിട്ട്, പെണ്ണുങ്ങളാണെങ്കിൽ തലയിൽ മക്കനൊക്കെ ഇട്ട്, നിർബന്ധമാണെന്ന് വെച്ചാൽ നിർബന്ധമല്ല, അതിൻ്റെ മര്യാദ പറയുകയാണ്. ആണുങ്ങളാണെങ്കിൽ തലയൊക്കെ മറിച്ച് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് റാഹത്തായിട്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇന്നി കരീത്തുവൻ അദ്കുറല്ലാഹ അസ്സ വജല്ല ഇല്ലാ അലാ തുഹ്രിൻ തങ്ങൾ പറഞ്ഞല്ലോ, ശുദ്ധിയില്ലാതെ അള്ളാഹിൻ്റെ ദിക്ർ എൻ്റെ നാവിൽ വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മിസ്വാക്കും ചെയ്യാം. മിസ്വാക്ക് ചെയ്യാൻ ഭയങ്കര റാഹത്താണല്ലോ അല്ലേ? അതിന് ഖുർആനോത്തിനായാലും നിസ്കരിക്കാനായാലും ഉറങ്ങാനായാലും എന്തിനായാലും ഈ മിസ്വാക്ക് ചെയ്യാം. നമ്മൾ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ പല്ലേക്കുക എന്ന് പറഞ്ഞാൽ വായൻ്റെ മണം പോകാൻ മാത്രമല്ല നമ്മൾ പല്ലേക്കുന്നത്. അത് വേറുള്ള ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ പല്ല് തേക്കുന്നത് വായൻ്റെ മണം പോകാൻ മാത്രമല്ല, അത് റബ്ബിന് ഭയങ്കര തൃപ്തിയാണ് എന്നതായിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം. മർളാത്തുൽ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യട്ടെ. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ മിസ്വാക്ക് ചെയ്താൽ മലായിക്കത്ത് ഓൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്ന, എന്നിട്ട് ഇങ്ങനെ ഓതുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിട്ട് മലായിക്കത്തിൻ്റെ ചുണ്ടുകൾ ഇവൻ്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കേൾക്കും. എന്നിട്ട് ഇങ്ങനെ ഇവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞ ശേഷം പറയാണ്, ഫതഹിറു അഫ്വാഹക്കും ലിൽ ഖുർആൻ. ഖുർആനിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വായ ശുദ്ധിയാക്കണം. ഖുർആൻ ഓതാനിരിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യണം എന്നർത്ഥം. മര്യാദകളാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണല്ലോ. അലൈക്കും ബിസ്സിവാക്കി ഫഇന്നഹു, എന്താണ് പറയുക, നിങ്ങൾ എപ്പോഴും മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് വായ നന്നാക്കാനും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും ഏറ്റവും നല്ല മരുന്നാണെന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ഖുർആൻ ഓതാനിരിക്കുന്ന ആളുകൾ ഇത് പിന്നെ മിസ്വാക്ക് ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ ഖിബ്ലക്ക് ഇരുന്ന് തന്നെ ഓതണം എന്ന് പറഞ്ഞാൽ അതിന് നിർബന്ധമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നന്നായി. ഇനിയിപ്പോൾ അതല്ല, ഒരാൾക്ക് നടക്കുമ്പോഴാണ് ഖുർആൻ ഓതാം, ഇരിക്കുകയാണ് ഓതാം, കിടക്കുകയാണ് ഖുർആൻ ഓതാം, ഒക്കെ ഓതാം. അദബുകേടാവുമെന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭം ഒഴിവാക്കുക. അപ്പോൾ കച്ചറുള്ള സ്ഥലത്ത് കൂടി നടക്കുകയാണ്, എന്നാൽ പിന്നെ അവിടെ ഖുർആൻ ഓതണ്ട. കാരണം ഖുർആനോട് ചെയ്യുന്ന അപമര്യാദയാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് പറയുക, അശുദ്ധി സഹിതം കിടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇത്തരം സംഗതികളൊന്നും ചെയ്യാതിരിക്കുക. അദബുകേടാവാത്ത എങ്ങനെയും ഇരുന്നിട്ടോ കിടന്നിട്ടോ നിന്നിട്ടോ നടക്കുമ്പോഴൊക്കെ നമുക്ക് ഓതാം. തിലാവത്തുഹു ഖായിമൻ വമാശിയൻ വമുൽതജിഅൻ വറാക്കിബൻ. വാഹനത്തിൽ പോകുമ്പോൾ യാത്രയും എങ്ങനെയായാലും ശരി കുഴപ്പമില്ല. അത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ. യദ്കുറൂന എന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലുന്ന ഏറ്റവും വലിയ ദിക്ർ പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ അത് ഇരുന്നിട്ട് നിന്നിട്ട് കിടന്നിട്ടൊക്കാവാമെന്ന് അവിടുന്ന് മനസ്സിലായി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നില്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ച് കടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു അല്ലേ?
അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മറ്റൊരു ഹദീസിലുണ്ട്, എൻ്റെ ഹിസ്ബ് ഞാൻ പതിവാക്കി വരുന്ന ചില സംഗതികൾ എൻ്റെ കട്ടിലിൽ കടന്ന് ഞാൻ ഓതാറുണ്ടായിരുന്നു. അപ്പോൾ അത് അപമര്യാദ വരാത്ത രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം, നമുക്കത് ചെയ്യാം. ആ ഭാഗത്ത് വൃത്തി ഉണ്ടാവണം. എന്താണ് പറയുക, മറ്റുള്ള ഖുർആനോട് അതപകാടാവുന്ന രൂപങ്ങളൊന്നും വരരുത്. ഇങ്ങനെ ഒക്കെ നമ്മൾ ഇതിനൊക്കെ അനുസരിച്ച് ചെയ്യാം. സ്ഥലത്തിൻ്റെ വൃത്തി വളരെ പ്രധാനമാണ്. ഈ പള്ളിയിൽ വെച്ച് ഓതാൻ ഏറ്റവും കൂടുതൽ കൂലി ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്. കാരണം പള്ളിയിൽ എഴുത്തിക്കാപ്പിൻ്റെ കൂലി ഉണ്ടാവും, അതോടൊപ്പം ഏറ്റവും വൃത്തിയുള്ള സ്ഥലമാണല്ലോ പള്ളി. അതുപോലെ തന്നെ ഈ തിരക്കുള്ള സ്ഥലങ്ങൾ, ഒച്ചപ്പാടുള്ള സ്ഥലങ്ങൾ, ബഹളങ്ങളുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ഖുർആൻ ഓതുമ്പോൾ അത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മലത്തിൽ കുത്തായി പോകും എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, അവിടുന്ന് ഓതാൻ നിൽക്കണ്ട. അത് ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലലും അതിന് മര്യാദയാണ്. അള്ളാഹു പറഞ്ഞതാണല്ലോ, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് കാവൽ തേടണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിന് മര്യാദകളാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്ക് പറയാം, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.